ഇപ്പം നമ്മളുടെ വീട്ടിൽ വന്നിട്ട് മറ്റുള്ളവർ കാണുമ്പോൾ ഒരു വലിയ ആർഭാടപൂർണമായിട്ടുള്ളൊരു വീട്, അത്യാധുനികമായിട്ടുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ അവരിലും ഒരു മോഹം ജനിക്കുകയാണ്. ഇവിടെ സ്വർണ്ണമൊന്നുമില്ല, ഈ വീട്ടിൽ ഒരു തരി സ്വർണം പോലും ഇല്ല. പക്ഷെ പുസ്തകങ്ങളുണ്ട്, ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട്. എല്ലാ റൂമുകളിലും പിന്നെ അലമാരകളുണ്ട്. ആ അലമാരകളിൽ പുസ്തകങ്ങളുണ്ട്. അതെ 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 അതെ, ഇതാണ് ബെഡ്റൂം. ഇവിടെയും എഴുത്തും വായന ഇതെല്ലാം തന്നെയാണ്. നമ്മൾ കുറച്ച് സൗകര്യം വേണം, എന്നാൽ ആർഭാടമാകാൻ പാടില്ല. അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് ഈ വീട് ചെയ്തിട്ടുള്ളത്. ഈ വീട് ഇതേ സ്ട്രക്ചറിലാകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ചെലവുകളും ഉൾപ്പെടെ, ചുറ്റുമതിലും അതുപോലെ കിണറും എല്ലാം ഉൾപ്പെടെ 10 ലക്ഷം രൂപയാണ് അന്നായത്. ഹലോ, ഹൈസം വ്ലോഗിന്റെ മറ്റൊരു മനോഹരമായ ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ KT ജലീൽ സാറ്. അപ്പോൾ സാറിന്റെ വീടും വിശേഷങ്ങളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്കായിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. എൻ്റെ പുറകിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, ഇതാണ് കേട്ടോ സാറിന്റെ വീട്. ഇത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്ക് അടുത്ത് കാവുമ്പുറത്താണ് കേട്ടോ. വീട് നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോഴേ മനസ്സിലാവും, വീടിനേക്കാൾ കൂടുതൽ പുറത്തോട്ട് കാണുന്നത് നല്ല പച്ചപ്പും മരങ്ങളൊക്കെ ആണല്ലേ. വീടിന്റെ ചുറ്റുഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിലും കോമ്പൗണ്ട് വോളിനോടൊക്കെ ചേർന്നിട്ട് ഒരുപാട് ചെടികളും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ആയിട്ട് മെയിൻ ഗേറ്റ് വരുന്നുണ്ട്, കൂടാതെ ആ ഒരു ഭാഗത്തായിട്ട് ഒരു സൈഡ് ഗേറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫ്രണ്ടിലോട്ട് കയറി വരുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത് ഹൗസ് നെയിം ആണ് കേട്ടോ, ഗസൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു പേരില്ലേ. അപ്പൊ നമുക്കിനി വീടും ഭാഗത്തെ കാഴ്ചകളൊക്കെ കാണില്ലേ. ഇവിടെ ആരെയിലൊക്കെ വരുമ്പോൾ ഇരിക്കാനൊക്കെ പറ്റുന്ന തരത്തിൽ നല്ല സ്പേഷ്യസ് ആയിട്ട് വലിയൊരു സിറ്റ് ഔട്ട് തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കിനി സാറെ കാണണ്ടേ. സാറെ കണ്ടിട്ട് നമുക്ക് വീടിനെ കുറിച്ചൊക്കെ ആളോട് തന്നെ ചോദിച്ചു നോക്കാം കേട്ടോ. ഹലോ സാർ, നമ്മള് യൂട്യൂബിൽ ഹോം ടൂർ വീഡിയോസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ സാറിനെ അറിയുന്ന, സാറിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്കൊക്കെ സാറിന്റെ വീടൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ വീടിനെ കുറിച്ച് ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഈ വീട് ഇപ്പോൾ പണിതിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? ഇപ്പോൾ 21-22 വർഷത്തോളായിട്ടുണ്ട്. അപ്പോൾ ഇതിനിടക്ക് ഇത് എന്തെങ്കിലും പണി കഴിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്തു? അങ്ങനെ പ്രത്യേകിച്ച് റിനോവേഷൻ ഒന്നും നടന്നിട്ടില്ല. ഇതില് പെയിന്റ് അടിച്ചിട്ടുണ്ട് 1-2 തവണ, ചെറിയ വർക്കുകൾ മാത്രം. അത്രേ. ഇതിപ്പോ ആരുടെ ഐഡിയക്ക് ചെയ്ത്, സാറിന്റെ ഇഷ്ടത്തിന് ആ ഐഡിയക്കും ചെയ്തതാണ്? അതെ, നമ്മള് കുറച്ച് സൗകര്യം വേണം, എന്നാൽ ആർഭാടമാകാൻ പാടില്ല. അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് ഈ വീട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പ്ലാനും എല്ലാം വരച്ചത് എൻ്റെ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള എഞ്ചിനീയർ ആയിട്ടുള്ള KT സേതു മുഹമ്മദാണ്. അദ്ദേഹം തന്നെയാണ് വർക്കിനൊക്കെ മേൽനോട്ടം വഹിച്ചിരുന്നത്. പിന്നീട് ഇത് ഒരു കോൺട്രാക്ടർക്ക് കൊടുക്കാതെ നമ്മൾ ഓരോ പണിയും അതത് സന്ദർഭങ്ങളിൽ വ്യത്യസ്ത ആളുകളെ കൊണ്ടാണ് എടുപ്പിച്ചത്. ഈ വീട് ഇതേ സ്ട്രക്ചറിലാകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ചെലവുകളും ഉൾപ്പെടെ, ചുറ്റുമതിലും അതുപോലെ കിണറും എല്ലാം ഉൾപ്പെടെ 10 ലക്ഷം രൂപയാണ് അന്നായത്. 22 വർഷം മുമ്പ് 10 ലക്ഷം രൂപയാണ് ആയത്. അതിൽ 5 ലക്ഷം രൂപ അന്ന് കാനറ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. 5 ലക്ഷം രൂപ ഞാനും ഭാര്യയും അന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ ശമ്പളത്തിൽ നിന്നും എടുത്തു. മിച്ചം വെച്ചത് എടുത്തു. അങ്ങനെയാണ് ഈ വീടുണ്ടാക്കിയത്. ഈ വീട്ടിലെ ഫർണിച്ചറുകൾക്കെല്ലാം കൂടി അന്ന് 1 ലക്ഷം രൂപയാണ് ചിലവായത്. കാരണം എല്ലാ ഫർണിച്ചറുകളും ഇതേപോലത്തെ മരം ഉപയോഗിച്ചാണ്, മലേഷ്യൻ ഇരുള് എന്ന് പറയുന്ന മരം ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എനിക്ക് തോന്നുന്നത് തേക്കിൻ്റെ ഒരൊറ്റ ഫർണിച്ചറും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 10 ലക്ഷം രൂപയിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ളൊരു വീട്. ഇന്നും ഞാൻ അതിൻ്റെ കണക്ക് പുസ്തകം സൂക്ഷിക്കുന്നുണ്ട്. 10 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും ഒരു സംശയം തോന്നിയേക്കാം. അപ്പോൾ എൻ്റെ സുഹൃത്തായിട്ടുള്ള ആബിദലിയാണ് ഇതിൻ്റെ എല്ലാ കണക്കുകളും വെച്ചിരുന്നത്. അപ്പോൾ ആ കണക്ക് പുസ്തകം ഞാൻ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾ കയറി വരുമ്പോൾ തന്നെ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ഗസൽ എന്ന ഹൗസ് നെയിം കൊടുത്തിട്ടുള്ളത്. അതിന്റെ പിന്നിലുള്ള കഥ എന്താ? ഗസൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഗീത ശാഖയാണ്. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു പേര് എല്ലാ നിലക്കും ഗസലാണ് എന്ന് നേരത്തെ തന്നെ എനിക്ക് ഒരു
തീരുമാനം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗസൽ എന്ന് പേര് കൊടുത്തത്. അതേപോലെ തന്നെ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമാണ്, വീടിനേക്കാളും പുറത്തോട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ചെടികളും മരങ്ങളൊക്കെയാണ്. അപ്പൊ അത് സാറിന്റെ താല്പര്യമാണോ? ഞങ്ങൾ വന്ന സമയത്ത് വൈഫ് നല്ല നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യുന്ന കാര്യമാണോ? അല്ല, അത് പൂർണ്ണമായിട്ടും വൈഫാണ് അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഈ കിളികളെ വളർത്തുന്നതും ചുറ്റുവട്ടത്ത് ചെടികളും മരങ്ങളും എല്ലാം വെച്ച് പിടിപ്പിച്ചത് വൈഫ് തന്നെയാണ്. വൈഫാണ് അതെല്ലാം നോക്കുന്നത്. പുസ്തകങ്ങളാണ് ഇവിടുത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞത്. ഇവിടെ സ്വർണ്ണമൊന്നുമില്ല ഈ വീട്ടിൽ, ഒരു തരി സ്വർണം പോലും ഇല്ല. പക്ഷെ പുസ്തകങ്ങളുണ്ട്, ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട്. എല്ലാ റൂമുകളിലും പിന്നെ അലമാരകളുണ്ട്. ആ അലമാരകളിൽ പുസ്തകങ്ങളുണ്ട്. നമ്മളെ ഇന്നത്തെ കാലത്ത് എല്ലാവരും സൗകര്യത്തെക്കാൾ കൂടുതൽ ആഡംബരങ്ങളും ഡിസൈനും നോക്കുമ്പോൾ ശരിക്കും അത്ഭുതപ്പെടുത്തി. എല്ലാ ഭാഗത്തും ഷോക്കേസിലൊക്കെ ലൈബ്രറി. അതെ അതെ, എൻ്റെ ബെഡ്റൂമിൽ വരെ പുസ്തകങ്ങളാണ്. അതെ, അത് ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്തും പഠിപ്പിച്ചിരുന്ന കാലത്തും എല്ലാം വായിക്കുമായിരുന്നു. അതുകൊണ്ട് ഒരുപാട് പുസ്തകങ്ങൾ ഇങ്ങനെ പിന്നെ കിട്ടുന്നതെല്ലാം ശേഖരിച്ചു വെക്കും. ഇതുപോലെ മക്കളൊക്കെ അങ്ങനെ മക്കള് നന്നായിട്ട് വായിക്കും. അപ്പൊ അവർക്കും ഇത് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഇതാണല്ലേ സാറിന്റെ ബെഡ്റൂം? അതെ 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 അതെ, ഇതാണ് ബെഡ്റൂം. ഇവിടെയും എഴുത്തും വായന ഇതെല്ലാം തന്നെയാണ്. ഇവിടെ ഉണ്ട് പുസ്തകങ്ങൾ. അതെ അതെ അതെ, പുസ്തകങ്ങളെയാണ് നമ്മൾ പ്രണയിക്കുന്നത്. ഇത് റീഡിംഗ് റൂം. ഇത് കുട്ടികൾ നേരത്തെ മക്കളൊക്കെ പഠിച്ചിരുന്നത് ഇവിടെയാണ്. ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം, അപ്പോ ടോട്ടൽ ഈ വീട്ടിൽ ഇപ്പൊ എത്ര പുസ്തകങ്ങൾ ഉണ്ടാവും? ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടാവും. ഞാനൊരു കണക്കുണ്ടാവില്ലല്ലേ? അതെ, കാരണം നമ്മള് നോക്കുന്ന ഷെൽഫുകളിലൊക്കെ ഇവിടെ പുസ്തകങ്ങളാണ്. പലരും ആഡംബരങ്ങൾക്കൊക്കെ വേണ്ടി പല ഡെക്കർ ഐറ്റംസ് ഒക്കെ ഷോക്കേസിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ട്. മകന്റെ പുസ്തകങ്ങളാണ്, അവന്റെ ലോയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ. ഇവിടെ ഇതൊക്കെ എന്റെ പുസ്തകങ്ങൾ തന്നെ. അതെ, എല്ലായിടത്തും നമ്മൾ പല പല ഐറ്റംസും ഫോട്ടോസും ഫ്രെയിംസും ഒക്കെ വെക്കുന്ന സമയത്ത് ഇവിടെ ഏറെ കാണാൻ കഴിയുന്നത് പുസ്തകം. അതെ 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 അതെ. ഇവിടെ ഈ പുസ്തകങ്ങൾ മാത്രം എന്തെങ്കിലും മാറ്റി വെച്ചേക്കുന്നത്? ഇത് ഞാൻ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ്. ഇതിനകം 15 പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൽ 3 യാത്രാ വിവരണങ്ങളാണ്. ഏറ്റവും അവസാനം എഴുതിയിട്ടുള്ള പുസ്തകമാണ് സോഷ്യലിസ്റ്റായ മുഹമ്മദ് നബി. അത് ഇതിനകം തന്നെ 4 എഡിഷനുകൾ, 4 ലക്കങ്ങൾ പതിപ്പുകൾ പ്രസിദ്ധീകരിച്ചു. 4 പതിപ്പുകൾ. സാർ ഇത്തവണയും ഇലക്ഷന് മത്സരിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ അത്രയും തിരക്കിനിടയിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചതിന് ഒരുപാട് നന്ദി പറയാണ്. അപ്പോ സാറിനെ ഇഷ്ടപ്പെടുന്ന, സാറിനെ അറിയുന്ന ആളുകളായിരിക്കും നമ്മൾ സാറിന്റെ വീട് എന്ന് പറയുമ്പോൾ എന്തായാലും കാണാൻ വരിക. അപ്പൊ അവരോടൊക്കെ സാറിന് എന്താണ് പറയാനുള്ളത്? ഒരു പൊതുപ്രവർത്തകൻ എല്ലാ അർത്ഥത്തിലും മാതൃകയാവണം. ലളിതമായി ജീവിക്കണമെന്ന് ജനങ്ങളോട് പറയുകയും ആർഭാടപൂർവ്വം ജീവിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാർ പ്രത്യേകിച്ച്. അതൊരിക്കലും പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ എങ്ങനെയാണോ അതേ നമ്മൾ മറ്റുള്ളവരോട് പറയാവൂ. ഖുർആനിലൊരു വചനമുണ്ട്, നിങ്ങൾ ചെയ്യാത്തതാണോ നിങ്ങൾ മറ്റുള്ളവരോട് കൽപ്പിക്കുന്നത്, അതിനേക്കാൾ വലിയ പാപം മറ്റൊന്നില്ല. അപ്പോൾ ആ ഒരു വാക്യം എന്നെ ജീവിതത്തിൽ വളരെ കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പിന്നെ എന്തിൻ്റെ കാര്യത്തിലായാലും, എൻ്റെ ഭാര്യയുടെ, എൻ്റെ മക്കളുടെ, അവരെല്ലാം തന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും മറ്റുള്ളതിൻ്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെ ഒരു മിതമായ രീതിയിലാണ് ഞങ്ങൾ ഇന്നോളം ജീവിച്ചു പോന്നിട്ടുള്ളത്. അപ്പം നമ്മളുടെ വീട്ടിൽ വന്നിട്ട് മറ്റുള്ളവർ കാണുമ്പോൾ ഒരു വലിയ ആർഭാടപൂർണമായിട്ടുള്ളൊരു വീട്, അത്യാധുനികമായിട്ടുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ അവരിലും ഒരു മോഹം ജനിക്കുകയാണ്, ഇതുപോലെ ആവണം. അപ്പം ഇത് ആവാൻ നമ്മൾ എന്ത് ചെയ്യും? വഴിവിട്ട മാർഗങ്ങൾ സ്വീകരിക്കും. നമ്മൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ പരിധിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കാൻ എന്നും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സൗകര്യങ്ങൾ മാത്രം മതിയെന്ന് തീരുമാനിച്ചത്. ഇതേ ആകൂ എൻ്റെ വരുമാനത്തിൻ്റെ പരിധിയിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ. അപ്പോൾ ഇതാണ് എനിക്ക് ആളുകളോട് പറയാനുള്ളത്. അവനവൻ്റെ വരുമാനത്തിൻ്റെ പരിധിയിൽ ഒതുങ്ങി നിൽക്കുന്നതേ ഉണ്ടാക്കാവൂ. വലിയ വീടുണ്ടാക്കാൻ ഒരു പക്ഷേ ഒരു ഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞേക്കും. പിന്നെ അത്
മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ ഭാരിച്ച ചെലവ് വരുന്ന കാര്യമാണ്. ഇപ്പം ഇത് തന്നെ ഒരു പ്രാവശ്യം പെയിൻ്റ് അടിക്കണമെങ്കിൽ നമുക്ക് ഏതാണ്ട് ഒരു 5 ലക്ഷത്തോളം രൂപ വരും. അപ്പോൾ വലിയ വീടുകളൊക്കെ ആകുമ്പോൾ വ്യത്യസ്ത നിറങ്ങളിലുള്ളതാകുമ്പോൾ ഇതൊന്നും ഇപ്പോൾ അത്ര വലിയ കോസ്റ്റ്ലി പെയിൻ്റ് ഒന്നും അല്ല. എന്നിട്ട് പോലും അത്രയും എമൗണ്ട് അതിൻ്റെ പണിക്കൂലിയും എല്ലാം കൂടി നോക്കുമ്പോൾ വരും. അപ്പോൾ ഒരു ചെറിയ വീട് ഇത് തന്നെ വലുതായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അടിഭാഗം മാത്രം മതി. 1000-1100 സ്ക്വയർ ഫീറ്റ് വീട് ധാരാളമാണ്. ഒരു കുടുംബത്തിന് അത് ധാരാളമാണ്. പിന്നെ ഇതിപ്പോൾ 2500 സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ വീട്. അപ്പോൾ ഇത്രയും വലിപ്പമുള്ളൊരു വീടിൻ്റെ ആവശ്യം യഥാർത്ഥത്തിൽ ഇല്ല. അപ്പോൾ ചെറിയൊരു വീട് മതി. ആഡംബരങ്ങൾ ഒഴിവാക്കി എങ്ങനെ വീട് പണിയാം എന്നും എങ്ങനെ ഫർണിച്ചറുകൾ സെറ്റ് ചെയ്യാമെന്നും ഒക്കെ ഇതിൽ നിന്ന് വ്യക്തമാണ്. ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു ചോദ്യമായിരുന്നു. ഇനിയിപ്പോ വീട് മാറ്റി പണിയാനോ, അല്ലെങ്കിൽ ഇപ്പൊ എല്ലാവരും ഭയങ്കര ഡിസൈനുള്ള വീടുകളാണല്ലോ, അപ്പൊ അങ്ങനെ വല്ല പ്ലാനും ഉണ്ടോന്ന്. പക്ഷെ എനിക്കിത് കണ്ടപ്പോ മനസ്സിലായി അങ്ങനെ ഒരു പ്ലാനും ഇവിടെ ഇല്ല. എനിക്ക് ഒരു പ്ലാനും ഇല്ല. ഈ വീടോടുക്കനെ നമ്മളാണ്ട് മരണപ്പെട്ടു പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇനി ഇതൊക്കെ പുതുക്കി പണിയണം എന്നുണ്ടെങ്കിൽ മക്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആവുന്ന കാലത്ത് ഇത് പോരാ എന്ന് അവർക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ. അതിനപ്പുറം ഇത് അടുത്ത കാലത്തൊന്നും ഏതായാലും പുതുക്കി പണിയുന്ന പ്രശ്നമല്ല. കാരണം യാതൊരു കേടും ഇതിനെ സംഭവിച്ചിട്ടില്ലല്ലോ. ആഡംബരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. നമുക്ക് സൗകര്യമുണ്ട്, സൗകര്യം വേണം തോന്നുമ്പോ അതെ ചെയ്യും. എന്തായാലും നല്ല കാര്യം. ശരിക്കും ഞങ്ങൾ ഒരുപാട് ഹോം ടൂർ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പലതരത്തിലുള്ള വീടുകൾ കണ്ടിട്ടുണ്ട്. ശരിക്കും ഇതുപോലെ കുറെ പുസ്തകങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം കാണുന്ന എല്ലാ ഷെൽഫിലും ഡ്രസ്സോ അല്ലെങ്കിൽ പുസ്തകങ്ങളാണ് നമ്മൾ കാണുന്നതേ. അതാണ് അത് പറയുമ്പോ ഇപ്പോ ഞാൻ എന്റെ കുട്ടിയൊക്കെ കാണുന്നുണ്ടാവുക പലതരത്തിലുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും അൽമാറയിൽ വെക്കാനുള്ളതാണോ എന്നുള്ള ചോദ്യം ചോദിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാണ് അത് കാണുമ്പോൾ തന്നെ. ഒരു വായിക്കാൻ അല്ലെങ്കിൽ ഒരു പുസ്തകങ്ങൾ നമ്മൾ നോക്കി പോകും. അങ്ങനെ എന്തായാലും ഒരുപാട് സന്തോഷം. കുറെ സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ തിരക്കിനാണ് കണ്ടെത്തിയതിന്. എന്തായാലും വിജയങ്ങളിലെത്തട്ടെ, ഇനിയും ഉയരങ്ങളിലെത്തട്ടെ. അവസാനമായിട്ട് നമ്മുടെ മണ്ഡലത്തിലെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതാണ് ഞാൻ. ഒരാളുടെ വീട്ടിൽ ചെന്ന് നോക്കിയാൽ അറിയാം അയാൾ എങ്ങനെയുണ്ട് എന്നുള്ളത്. കഴിഞ്ഞ 20 കൊല്ലം നിങ്ങളുടെ ജനപ്രതിനിധിയായിരുന്നു. ഒന്നും എവിടെ നിന്നും വാങ്ങാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. ദുരുപയോഗിച്ച് അധികാര പദവികൾ ചൂഷണം ചെയ്ത് എന്തെങ്കിലും നേടാനും ശ്രമിച്ചിട്ടില്ല. അതിന് ഈ വീട് തന്നെ ഏറ്റവും വലിയ സാക്ഷ്യപത്രമാണ്. തങ്ങളുടെ ജനപ്രതിനിധി അങ്ങനെ ആവണമെന്ന് ഏത് ജനപ്രതിനിധി വോട്ട് ചെയ്യുന്ന ആളുകളായാലും കരുതും. നിങ്ങളുടെ ആ കരുതൽ 100% പൂർണ്ണതയിൽ പുലർത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് അഭിമാനക്ഷതമുണ്ടാക്കുന്ന ഒന്നും എന്നിൽ നിന്ന് ഉണ്ടാവില്ല. അതൊരു വാക്കാണ് ഏറ്റവും വലിയ സത്യം. നിങ്ങൾക്കെന്നെ വിശ്വസിക്കാം. നിങ്ങളുടെ ഒരു സഹോദരനായി, നിങ്ങളുടെ ഒരു നല്ല സുഹൃത്തായി, നിങ്ങളുടെ ഒരു ചങ്ങാതിയായി, മകനായി, ജ്യേഷ്ഠനായി എല്ലാം നിങ്ങൾക്കെന്നെ കാണാം. പ്രതീക്ഷയർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രതീക്ഷ അസ്ഥാനത്താവില്ല. ഇതിലും വലിയ ഉറപ്പ് മറ്റെന്താണ് ഒരു ജനപ്രതിനിധി നൽകേണ്ടത്? നമ്മൾ ഒരുപാട് ആളുകളുടെ ഹോം ടൂർ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരുപാട് ഡിസൈനുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, അല്ലെങ്കിൽ കുറേ റൂമും ഭയങ്കര സ്ക്വയർ ഫീറ്റും അതേപോലെ അങ്ങനെ വലിയ ആഡംബരങ്ങളുള്ള വീടുകളായിരിക്കും അല്ലേ. ഇവിടെ ഞാൻ ഈ വീട് കാണാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത്, സാറിൻ്റെ വീട്ടിലോട്ട് വരുന്നവരെ എനിക്കിതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം നല്ല സ്റ്റാറ്റസ് ഉള്ള ഒരാളാണ്, വലിയൊരാളായതുകൊണ്ട് തന്നെ അങ്ങനെ വലിയൊരു വീടായിരിക്കും, വലിയ ഡിസൈനൊക്കെ ആയിരിക്കും എന്നൊക്കെ എനിക്ക് മനസ്സിൽ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒന്നുകൂടെ മുന്നിലെത്തുമ്പോൾ
ഈ വീട് പൊളിക്കും അല്ലെങ്കിൽ പുതിയ വീട് ഇപ്പോഴത്തെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചുള്ള വീടുകൾ വെക്കും എന്നുള്ള പല ധാരണകൾ വെച്ചിട്ട് ഞാൻ വന്നത് കേട്ടോ. പക്ഷെ ഇവിടെ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആള് അങ്ങനെ ഒരു മോഹമുള്ള ഒരാളല്ല. അതിപ്പോൾ ഇവിടെയുള്ള ബെഡ്റൂംസ് ആയാലും ഫർണിച്ചേഴ്സ് ആയിട്ടുണ്ടെങ്കിലും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ ഈ ഒരു പുസ്തകങ്ങളാണ് കേട്ടോ. അത് ബെഡ്റൂം ആയിക്കോട്ടെ എവിടെയാണെങ്കിലും അത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായോ? സാറിന് ഇഷ്ടപ്പെടുന്നവരും വീഡിയോ ഇഷ്ടമായവരൊക്കെ ഒരു റെഡ് ഹാർട്ട് കമന്റ് ചെയ്യട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.